ദാമോദരൻ ഫൗണ്ടേഷൻ നൽകിവരുന്ന അക്ഷയശ്രീ അവാർഡിൻ്റെ 15ാമത്തെ അവാർഡ് വിതരണ ചടങ്ങാണിത്. നമ്മുടെ മുമ്പ് നിവാസിയായ ഇൻഫോസിസിൻ്റെ സഹസ്ഥാപകരും മുൻ CEO മാനേജിംഗ് ഡയറക്ടറായ ശ്രീ SD ശുഭലാൽ ഉൾപ്പെടും. അദ്ദേഹത്തിൻ്റെ ധർമ്മപത്നി ശ്രീമതി കുമാരി ശുഭലാലിൻ്റെ മാതാപിതാക്കളുടെ സ്മരണയ്ക്കായി രൂപം കൊടുത്ത സരോജിനി ദാമോദരൻ ഫൗണ്ടേഷൻ നിരവധി പ്രവർത്തന മേഖലകളിൽ ഈ ഫൗണ്ടേഷൻ സജീവമായി രംഗത്തുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് കേരളത്തിലെ ജൈവ കൃഷിയിൽ ഏർപ്പെട്ടിരിക്കുന്ന 100% ജൈവ കൃഷിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ജൈവ കർഷകരെ അവരെ അംഗീകരിക്കുക, ആദ്യം അവർക്ക് അവാർഡ് നൽകി അവരുടെ സമൂഹത്തിലും കൂടാതെ കർഷകർക്കിടയിലും സർക്കാരിൻ്റെ മുമ്പിലും അവർക്കൊരു അംഗീകാരവും ഒരു അന്തസ്സും നൽകുക എന്ന രീതിയിൽ അത്തരം ചിന്തയോടുകൂടിയാണ് ശ്രീ KV ദയാലും ശ്രീ രാധാകൃഷ്ണനൊക്കെ അവരുടെയൊക്കെ നിർദ്ദേശപ്രകാരം 15 വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ ജൈവ കർഷകരെ ആദരിക്കുന്ന ഒരു അവാർഡ് രൂപീകരിച്ചത്. അതിൻ്റെ ആദ്യത്തെ അവാർഡ് ജേതാവായ പാലക്കാടിലെ ശ്രീ നാരായണൻ, അതേപോലെ ഈ അവാർഡ് നിർണയ കമ്മിറ്റിയുടെ കൺവീനറായി ആദ്യം മുതലേ പ്രവർത്തിക്കുന്ന എല്ലാവരും അറിയപ്പെടുന്ന അംഗീകരിച്ചിട്ടുള്ള ശ്രീ KV ദയാൽ, അങ്ങനെ ജൈവ കൃഷിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരുടെ സഹായത്തോടു കൂടിയാണ് ഈ ഒരു അപേക്ഷകൾ സ്വീകരിക്കുകയും കൃഷിയിടങ്ങൾ സന്ദർശിക്കുകയും വിലയിരുത്തുകയും ഓരോ വർഷത്തെ ജേതാക്കളെ കണ്ടെത്തുകയും ചെയ്യുന്നു. 15ാമത്തെ അവാർഡ് ചടങ്ങാണ് ഇന്ന് നടക്കുന്നത്. ഈ അവാർഡിന്റെ മറ്റു കാര്യങ്ങളെ കുറിച്ച് ശ്രീ KV ദയാൽ റിപ്പോർട്ടിൽ അവതരിപ്പിക്കും. എങ്കിൽ പോലും ഇത്തരത്തിലുള്ള ഒരു സംരംഭത്തിന് ഒരു പങ്കാളിയാകുവാൻ, ഒരു ഭാഗമാക്കാകുവാൻ സാധിച്ചതിന് ഞങ്ങൾ ഏറെ സന്തോഷമാണ് നിങ്ങൾക്ക് എല്ലാവരും. ഞാൻ ഇതിന്റെ ഒരു ട്രസ്റ്റിയായ രാമാനന്ദാണ്. ഞങ്ങളെ ഏറെ സഹായിക്കുന്ന, നേരത്തെ പറഞ്ഞ പോലെ ഓരോ മേഖലകളിലും നമുക്കിതിനു വേണ്ടി സഹായിക്കുന്ന ദൈവമുണ്ട്. നാരായണൻ, തൃശ്ശൂരിലെ ചുമതല ശ്രീ കരീം, തിരുവനന്തപുരം കൊല്ലം ഏരിയ ഒക്കെ പരിശോധിക്കുന്ന ശ്രീ മനു, ഈ തെക്കൻ കേരളത്തിന്റെ കാര്യങ്ങൾ മധ്യമേഖലയിലും കാര്യങ്ങൾക്ക് ചുമതലയേൽക്കുന്ന ശ്രീ രാധാകൃഷ്ണൻ, ശ്രീ ഡോക്ടർ KN ജയചന്ദ്രബാബു, ശ്രീ MN സുകേഷ്, ശ്രീ ലാലു, ഇങ്ങനെ നിരവധി പേരുടെ കൂട്ടായ ആത്മാർത്ഥമായ സമർപ്പണ ബോധത്തോടുകൂടിയുള്ള പ്രവർത്തനമാണ് പിന്നിൽ. അവരെയൊക്കെ ഇതിന്റെ ഒരു ട്രസ്റ്റ് എന്ന നിലയ്ക്ക് അവരോട് പ്രത്യേകം നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ ചടങ്ങിലേക്ക് നടക്കുകയാണ്. ഇങ്ങനെ അവരുടെ സമ്പത്തിന്റെ ഒരു ഭാഗം സമൂഹ നന്മയ്ക്കായി മാറ്റിവെക്കുക എന്ന ഒരു ചിന്താഗതി, അതിനെ 100% സപ്പോർട്ട് ചെയ്ത് പിന്തുണച്ചുകൊണ്ട്, അല്ലെങ്കിൽ അതിനേക്കാളും ശിവരാജിനേക്കാളും ഒരുപടി മുന്നിൽ നിന്നുകൊണ്ട് ഇത്തരം പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഒരു മഹത് വ്യക്തിയാണ് ശ്രീമതി കുമാരി ശുഭലാൽ. നമ്മളുടെ എല്ലാ ചടങ്ങിനും അവരുടെ സാന്നിധ്യം ഉണ്ടാകാറുണ്ട്. ഈ സരോജിനി ദാമോദരൻ ഫൗണ്ടേഷന്റെ മാനേജിംഗ് ട്രസ്റ്റി കൂടിയായ ശ്രീമതി കുമാരി ശുഭലാലിനെ നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരിലും എന്റെ വ്യക്തിപരമായ പേരിലും ഭാഗമായ സ്വാഗതം ആശംസിക്കുകയാണ്. ഈ വർഷത്തെ മുഖ്യ അതിഥിയുടെ കാര്യത്തിൽ നമുക്ക് ഏറെ സന്തോഷമുണ്ട്, അഭിമാനവുമുണ്ട്. കാരണം സ്ഥാനം കൊണ്ടുള്ള സെലിബ്രിറ്റികളെ നോക്കാതെ ഒരു യഥാർത്ഥ കർഷകനെ തന്നെ ഈ പ്രത്യേകിച്ച് ജൈവ കൃഷിയിലും കാലങ്ങളോളം തന്റെ സാന്നിധ്യവും തന്റെ പാദമുദ്രയും പതിപ്പിച്ച ഒരു വ്യക്തി. സെൻട്രൽ ഗവൺമെന്റിന്റെ പത്മശ്രീ അവാർഡ് ജേതാവാണ്. നെൽ വിത്തുകൾ സംരക്ഷിക്കുന്നതിന് മാതൃകയായി അതിന് തുടക്കം കുറിച്ച വ്യക്തിയാണ്. അങ്ങനെ എല്ലാ രീതിയിലും അനുയോജ്യനായ ഒരു വ്യക്തി തന്നെയാണ് ഈ കർഷകരെ ആദരിക്കുവാനും അവർക്ക് അവാർഡ് നൽകുവാനുമായി നമ്മളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുള്ള ശ്രീ ചെറുവയൽ K. രാമൻ അവർ. ഏറെ സന്തോഷത്തോടും സ്നേഹത്തോടും കൂടി അദ്ദേഹത്തെയും ഈ അവാർഡ് ദാന ചടങ്ങിലേക്ക് ആത്മാർത്ഥമായി സ്വാഗതം ചെയ്തു പോയി. അതുപോലെ തന്നെ
പരമ്പര ജൈവ കൃഷി തന്നെ നിൽക്കുന്ന പല വ്യക്തികളുണ്ട്. നമ്മൾ വെറ്ററൻസ് വിഭാഗത്തിൽപ്പെടുത്തി അങ്ങനെയുള്ളവരെ ആദരിക്കാറുണ്ട്. അപ്പൊ ഈ പ്രായത്തിൽ ജൈവ കൃഷി നഷ്ടമാണ്, അതില് രാസവള പ്രയോഗവും കുറെ വിഷമൊക്കെ ചെയ്താൽ മാത്രമേ അത് വിജയിക്കത്തുള്ളൂ, ലാഭകരമാകുകയുള്ളൂ എന്ന ഒരു ചിന്താഗതിയോടു കൂടിയുള്ള കൃഷിക്കാരുടെ ഇടയിൽ അങ്ങനെയല്ല, അല്ലാതെയും ലാഭകരമാക്കാം. അതിന് വേണ്ടത് ആ ഒരു അതിനോടുള്ള ഒരു താല്പര്യവും ഒരു പ്രതിബദ്ധതയും അതിന്റെ ഒരു ഇൻവോൾവ്മെന്റ് എന്നൊക്കെ പറയും. അങ്ങനെ ഈ പ്രായത്തിലും ആ കൃഷി ഇപ്പോഴത്തെ രീതിക്ക് അനുസരിച്ച് അല്ലെങ്കിൽ ആ കൃഷിയുടെ ഫലങ്ങൾ എങ്ങനെ മാർക്കറ്റ് ചെയ്യാം എന്നുള്ള രീതിയിലും ഫാം ടൂറിസത്തിന്റെ മേഖലകളും ഒക്കെ പരിശോധിച്ച് കുടുംബം ഈ മേഖലയിൽ പ്രവർത്തിച്ച് വിജയം കണ്ടെത്തിയ ഒരു വ്യക്തിയാണ് നമ്മളുടെ അക്ഷയശ്രീ 2023 അവാർഡ് ജേതാവായ കാസർഗോഡിലെ ശ്രീ സെബാസ്റ്റ്യൻ പി അഗസ്റ്റിൻ. ഏറെ അഭിമാനത്തോടു കൂടി തന്നെ നമ്മളുടെ ഈ അവാർഡ് ജേതാവിനെ ഈ വേദിയിലേക്ക് ആദ്യമായി സ്വാഗതം ചെയ്യുന്നു. ST ഫൗണ്ടേഷനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് കാര്യം, ഞങ്ങള് തെരഞ്ഞെടുത്ത് അവാർഡ് നൽകിയ നിരവധി വ്യക്തികൾ അല്ലെങ്കിൽ കർഷകർക്ക് പിന്നീട് പല തലങ്ങളിൽ നിന്നുള്ള അവാർഡുകൾ ലഭ്യമായി എന്നുള്ളത് തന്നെ ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ തെറ്റല്ല എന്ന് ഞങ്ങളെ ബോധ്യപ്പെടുത്തുന്നു. അപ്പൊ അത് ഞങ്ങളെ ഞാൻ അഭിമാനിക്കുന്നുണ്ട്. പല ഞങ്ങളുടെ മുൻ വർഷങ്ങളിലെ അക്ഷയശ്രീ അവാർഡ് ജേതാക്കൾ എല്ലാവരും തന്നെ പലരും തന്നെ മറ്റു മേഖലകളിൽ അല്ലെങ്കിൽ മറ്റ് ഓർഗനൈസേഷന്റെ വഴി അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. സംസ്ഥാനതല മെച്ചപ്പെട്ട കർഷകർ എന്ന നിലയ്ക്ക് വേറെ സന്തോഷമുണ്ട് ആ രീതിയിലും. അപ്പോൾ ഞങ്ങളുടെ ആ ഒരു തെരഞ്ഞെടുപ്പ് രീതി എത്രയും സുതാര്യമാണ്, യാഥാർത്ഥ്യ ബോധത്തോടു കൂടിയുള്ളതാണ് എന്നുള്ളതിൽ എനിക്ക് സന്തോഷമുണ്ട്. നേരത്തെ പറഞ്ഞിരുന്നെങ്കിലും 14 ജില്ലകൾക്കും 50,000 രൂപ വീതമുള്ള അവാർഡ് നൽകിയിട്ടുണ്ട്. 10,000 രൂപ വീതമുള്ള പ്രോത്സാഹന സമ്മാനം 28 എണ്ണം, ഒരു ജില്ലയിൽ 2 എണ്ണം വെച്ച് 28 എണ്ണം വന്നിട്ടുണ്ട്. കൂടാതെ മറ്റുള്ളവയെല്ലാം കൂടി ചേർത്തിട്ട് 12 എണ്ണം, അങ്ങനെ 55. ഈ 55 പേർക്കും കൂടി 13 ലക്ഷം രൂപയാണ് അവാർഡിന് മാത്രമായി ഇവിടെ ST ഫൗണ്ടേഷൻ ചെലവഴിച്ചിട്ടുള്ളത്. 13 ലക്ഷം രൂപ. ഇത്തരത്തിലുള്ള ഒരു അവാർഡ് ഇന്ത്യയിലോ വേറെ മറ്റെവിടെയെങ്കിലോ ഉണ്ടാകുമെന്ന് കരുതണ്ട. കാരണം കർഷകരെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ഏർപ്പെടുത്തിയിട്ടുള്ള ഒരു പരിപാടി, അവർക്ക് നല്ലൊരു സാമ്പത്തിക നേട്ടമുണ്ടാക്കാൻ പറ്റുന്ന തരത്തിലാണത് രൂപപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ അതാണ് ഒന്നാമത്തെ പ്രസക്തി. രാമാനന്ദൻ സാറ് പറഞ്ഞതുപോലെ തന്നെ നമ്മളുടെ അവാർഡ് മേടിച്ചവർ എല്ലാവരും തുടർച്ചയായിട്ട് മനോരമയുടെ അവാർഡ്, സംസ്ഥാന അവാർഡ് ഇങ്ങനെ കിട്ടി വരും. ആദ്യം പൊക്കിയെടുത്തിട്ടുള്ളത് എത്രയോ പേരെ 15 വർഷം കൊണ്ട് ആരും അറിയാതെ കിടന്നിരുന്ന എത്രയോ പേരെ നമ്മൾ പൊക്കിയെടുത്ത് അവാർഡ് കൊടുത്തു. അതിൻ്റെ ഒരു പടികേറിയവർ ഒരുപാട് ഉയർന്ന തലത്തിൽ എത്തിയിട്ടുണ്ട്. ST ഫൗണ്ടേഷനായി, അതായത് ഇത് തിരഞ്ഞെടുക്കണമെങ്കിൽ വലിയൊരു പ്രോസസ്സാണ്. ഏതാണ്ട് ഒരു 3-4 മാസത്തെ പ്രോസസ്സ് കൊണ്ടാണ് ഇത് തീർക്കുക. ST ഫൗണ്ടേഷൻ്റെ പ്രതിനിധികളായി 14 ജില്ലകളിലും ആൾക്കാരുണ്ട്. അവർ ആത്മാർത്ഥമായി സത്യസന്ധമായി കൃത്യതയോടെ പ്രവർത്തിച്ച് കൃത്യസമയത്ത് റിപ്പോർട്ട് തന്നുകൊണ്ടാണ് ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഫൗണ്ടേഷൻ. അവരോടുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. അത് ആരൊക്കെയാണെന്നുകൂടി ഞാനെന്ന് പറയുകയാണ്. പാലക്കാട് ജില്ല നാരായണേട്ടൻ്റെ കീഴിൽ രാജീവ് കണ്ണൻ, ഇവർ 2 പേരും അവരുടെ ടീമാണ്. നാരായണേട്ടനും ടീമും പാലക്കാട് ജില്ല ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ST ഫൗണ്ടേഷൻ്റെ പ്രതിനിധിയായിട്ട് വർക്ക് ചെയ്യുന്നവരാണ്. മലപ്പുറം ജില്ലയിൽ സലീം, പ്രൊഫസർ അബൂബക്കർ, അങ്ങനെ അവർ ഇത്രയും ഒരു ടീമാണ് അവിടെ വർക്ക് ചെയ്തിട്ടുള്ളത്. കോഴിക്കോടും വയനാടും സേതുമാധവൻ ചേർന്നിട്ടുള്ള ഒരു ടീം, ഉണ്ണികൃഷ്ണനുണ്ട്.
ഉണ്ണികൃഷ്ണനും കൂടി ചേർന്നിട്ട് ഉള്ള ഒരു ടീമാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. കണ്ണൂർ ജില്ലയിൽ BC വിജയൻ മാസ്റ്റർ, വിശാലാക്ഷൻ മാസ്റ്റർ അടങ്ങുന്ന ഒരു ടീം ആണ് അവിടെ വർക്ക് ചെയ്യുന്നത്. ഇവരെല്ലാവരും തന്നെ ഒരു 15 വർഷമായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ. BC വിജയൻ തൃശ്ശൂർ കരീം കെ പുറവും ടീമും ആണ്. കോട്ടയം ജില്ലയിൽ സെബാസ്റ്റ്യൻ സാറും ഉണ്ണികൃഷ്ണനും ചേർന്ന ടീം അവിടെ വർക്ക് ചെയ്യുന്നു. ഇടുക്കി ജില്ല ജോൺ സാറും ടീമും ആണ് അവിടെ വർക്ക് ചെയ്യുക. പത്തനംതിട്ട ജില്ലയിൽ രാധാകൃഷ്ണൻ, സജീവ് കൈലാസി, രാജേന്ദ്രൻ, ഇവർ 3 പേരടങ്ങുന്ന ടീമാണ് വർക്ക് ചെയ്യുക. എറണാകുളം ജില്ലയിൽ ഗുപ്തൻ, സുരേഷ്, മെർലിൻ ടീം വർക്ക് ചെയ്യുന്നു. കാസർഗോഡ് ജില്ലയിൽ മാത്യു, PJ മാത്യു ടീം വർക്ക് ചെയ്യുന്നു. ആലപ്പുഴ ജില്ലയിൽ സുഖേശൻ, രഞ്ജപ്പൻ, ഡോക്ടർ ബാബു, സുനിൽ, കുരുവിള ലാലു വർക്ക് ചെയ്യുന്നു. തിരുവനന്തപുരം ജില്ലയിൽ മനു, കുരുവിള ലാലു ടീം വർക്ക് ചെയ്യുന്നു. ഇങ്ങനെ 14 ജില്ലകളിലും നമ്മളുടെ ടീം വർക്ക് ചെയ്തിട്ടാണ് കൃത്യമായി ഓരോരുത്തരെ കണ്ടെത്തി കൃത്യസമയത്ത് തന്നെ തരുന്നത്. ഈ സമയത്ത് ഒരു ഡിമാൻഡ് വന്നിട്ടുണ്ട്, 1 മാസം നേരത്തെ ആക്കണമെന്ന്. അത് പരിഗണിക്കുന്നതാണ്. അടുത്ത വർഷം മുതൽ 1 മാസം നേരത്തെ ആയിരിക്കും ഇതിൻ്റെ ഡിക്ലറേഷൻ വരിക. സെലക്ഷന് വേണ്ടിയിട്ട് അന്വേഷണത്തിന് വരുന്നതും നമ്മൾ നേരത്തെ തന്നെ ആയിരിക്കും. മുഖ്യ അതിഥിയായി നമുക്കിവിടെ എത്തിയിട്ടുള്ളത് രാമേട്ടൻ, ചെറുവയൽ രാമേട്ടൻ, ആദിവാസി, മൊത്തം ആദിവാസി സമൂഹത്തിൻ്റെ ഒരു മാണിക്യം. അതായത് രാമേട്ടൻ ചെയ്യുന്ന ജോലി ഒരു യൂണിവേഴ്സിറ്റി ചെയ്യേണ്ട ജോലി കൃത്യതയോടുകൂടി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. അത് പത്മശ്രീ കിട്ടി, ആദരവ് കിട്ടിയിട്ടുണ്ട്. നേരത്തെ തന്നെ നമ്മളിവിടെ വിളിച്ച ഒരു പ്രോത്സാഹനം കൊടുത്തിരുന്നതാണ്. ഇത്തവണ മന്ത്രിമാരെ ആരെയും വിളിക്കേണ്ട, സെലിബ്രിറ്റികളെ ആരെയും വിളിക്കേണ്ട, സിനിമാക്കാരെ ആരെയും വിളിക്കേണ്ട, രാമേട്ടനെ തന്നെ ആകാമെന്ന് രാമാനന്ദ സാർ റെക്കമെൻഡ് ചെയ്യുകയും അങ്ങനെയാണ് ആ സെലക്ഷൻ നടന്നിട്ടുള്ളത്. അതാണ് നമുക്ക് മുഖ്യ അതിഥിയായിട്ട് കിട്ടിയിരിക്കുന്നത്. അതിന് കർഷകർക്ക് ഒരു പ്രേരണയാകണം. എത്രയോ നെല്ലിനങ്ങൾ സംരക്ഷിച്ച് പോറ്റിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നു കൃത്യമായി. ആരും പ്രേരിപ്പിച്ചിട്ടല്ല. 40 വർഷമായി ഒരു കൂട്ടിക്കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് കഴിയുന്നു. ഈ തൊഴിലാളികളെ 40 വർഷമായി ഒരുമിപ്പിച്ച് നിർത്തി കൊണ്ടുപോകാൻ കഴിയുന്നു. ഞങ്ങൾ ചെന്നപ്പോൾ കൃഷിയിടം കാണിക്കാനായിട്ട് കൊണ്ടുനടന്ന ഈ കർഷക തൊഴിലാളികൾ, അവരുടെ ഒരു സന്തോഷം ഞാൻ ഒരിടത്തും കണ്ടിട്ടില്ല. ഒരു കർഷക തൊഴിലാളികളുടെ നിന്നും ആ ഒരു റെസ്പോൺസ് കണ്ടിട്ടില്ല. വളരെയധികം അവർ അദ്ദേഹത്തിനോട് ചേർന്ന് നിന്ന് പണിയുന്നതിൻ്റെ വിജയം കൂടിയാണ് ഈ വിജയം കൊണ്ട് കിട്ടിയിട്ടുള്ളത്. അത് നമ്മൾ വിലയിരുത്തേണ്ട ഒരു സാധനമായിട്ടാണ് തോന്നിയത്. എല്ലാവരെയും ഞാൻ നോക്കുന്നതല്ല, എല്ലാവരും നല്ല റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. കൊല്ലത്ത് നിന്നും ദീപൻ ചെറുപ്പക്കാരി വീടിന് ചുറ്റും കൃഷിയിടമാക്കി മറ്റുള്ള കൃഷിക്കാരുടെ സാധനങ്ങൾ എടുത്ത് മാർക്കറ്റ് ചെയ്യാനുള്ള ഒരു സംവിധാനം കൂടി ദീപൻ ചെയ്യുന്നു. ഇനി ഒരെണ്ണം പ്രത്യേകതയായിട്ട് കണ്ടത് നമ്മുടെ വനിതാ ജയിലാണ്. സൂപ്രണ്ട് വന്നിട്ടുണ്ട്, വനിതാ ജയിൽ സൂപ്രണ്ട്. ഞങ്ങളവിടെ ചെല്ലുമ്പോഴത്തേക്ക് കണ്ട കാഴ്ച, 50 മേൽ ഇൻമേറ്റ്സ് ഉണ്ട് ശിക്ഷിക്കപ്പെട്ട് കിടക്കുന്ന സ്ത്രീകളുടെ ജയിൽ. അതിനു മുമ്പ് എന്തായിരുന്നു, ഈ സൂപ്രണ്ട് ചാർജ് എടുത്തു കഴിഞ്ഞപ്പോൾ എന്തായി എന്നുള്ളത് വ്യക്തമായി പറഞ്ഞു. കൃഷി മനുഷ്യരിൽ എന്ത് മാറ്റമുണ്ടാക്കുമെന്ന് ബോധ്യപ്പെടുത്തി തരുന്ന ഒരു സംഭവമാണ് ഞങ്ങളവിടെ കണ്ടത്. തമ്മിലടിക്കുന്ന ജയിൽ പുള്ളികൾ, സ്ത്രീകൾ, അവർ സമയമില്ല, കൃഷിക്കേ സമയമുള്ളൂ, അത് പറിച്ചെടുത്ത് കൊണ്ടുവന്ന് കറി വെക്കാൻ വേവിച്ച് തിന്നാനുള്ള തിരക്കിലായിരുന്നു അവരെല്ലാവരും. എല്ലാവരും അങ്ങനെയുള്ളൊരു തിരക്കിൽ ഏർപ്പെട്ടിരിക്കുന്നു. ഒരു വാഴ വെട്ടിയിട്ട് അതിൻ്റെ പിണ്ടി എടുക്കുന്ന ഒരു കൂട്ടര്, പിണ്ടിയുണ്ട് കറി ഉണ്ടാക്കുന്ന വേറൊരു കൂട്ടര്. ഇങ്ങനെ നല്ലൊരു ഇതിനെ കണ്ട അവിടുത്തെ വനിതാ ജയിൽ. അതൊരെണ്ണം നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന ഒന്നാണ്. ഇവിടുത്തെ കൃഷ്ണനാചാര്യ എത്തിയില്ലേ? കൃഷ്ണനാചാരി എത്തിയിട്ടുണ്ട്. കൃഷ്ണനാചാരി എത്തിയിട്ടുണ്ട്. കാണേണ്ട ഒരിടമാണ്. ഏറ്റവും പ്രായമുള്ള ആളിനായിട്ട് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്, സ്റ്റേറ്റിൽ തിരഞ്ഞെടുക്കുന്നത് കൃഷ്ണാചാര്യാണ്. അവിടെ മതിലയിൽ ഒരു ബോർഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവിടെ ചെല്ലുന്നവരെ പഠിപ്പിക്കുന്നത് എക്സ്ട്രീം സയൻറ്റിഫിക് ആയിട്ടൊരു യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്, വാട്ടർ മാനേജ്മെൻറ്റ് എങ്ങനെയായിരിക്കണം, തടയെടുക്കുന്നത് എങ്ങനെയായിരിക്കണം എന്ന് പേന കൊണ്ട് വരച്ച് പഠിപ്പിക്കുന്ന ആള്. അത് മാത്രമല്ല, അദ്ദേഹം വാങ്ങില്ല, വെറുതെ കൊടുക്കുന്ന ഒരാള്. അദ്ദേഹത്തിനാണ് നമ്മൾ ഏറ്റവും വലിയ പ്രായമുള്ള കർഷകരായി തിരഞ്ഞെടുത്തിരിക്കുന്ന ആളിനെ.
പിന്നെ ഈ ഇപ്രാവശ്യത്തെ ഒരു പ്രധാന സംഭവം ഇവിടെ നടക്കുന്നുണ്ട്. ആരും അറിയാതെ ഒരു സംഭവം ഇവിടെ നടക്കുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, കൃഷി നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ, കൃഷിക്കാരൻ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ 3 കാര്യങ്ങൾ ഇവിടെ നടത്തിയായിരിക്കണം. ഒന്ന്, കൃഷിക്കാരനെ സമൂഹം അംഗീകരിക്കണം, അംഗീകാരം കിട്ടണം. ആ അംഗീകാരം നേടിത്തരാൻ തരുന്ന ജോലിയാണ് ശിവലാൽ സാറും കുമാരിമാടവൻ SD ഫൗണ്ടേഷനും കൂടി ചെയ്തുകൊണ്ടിരിക്കുന്നത്. 15 വർഷമായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, അറിവ് കിട്ടണം. കർഷകന് അറിവ് കിട്ടണം. അറിവ് കിട്ടണമെന്നുണ്ടെങ്കിൽ അതിനൊരു യൂണിവേഴ്സിറ്റി വേണം. ആ യൂണിവേഴ്സിറ്റി നമുക്കിവിടെ വന്നിട്ടുണ്ട്. MG യൂണിവേഴ്സിറ്റിയിൽ എത്തിയോ ബിസ്മി ടീച്ചർ? ബിസ്മി ടീച്ചർ എത്തിയിട്ടില്ല. എത്തും ബിസ്മി ടീച്ചർ. അതായത് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിലെ ലൈഫ് ലോങ് ലേണിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡ്. അവർക്കൊരു പ്രോത്സാഹനമായിട്ട് നമ്മൾ ഇത്തവണ ഒരു അവാർഡ് കൊടുത്തിട്ടുണ്ട്. എന്ന് പറഞ്ഞിരുന്നത് ദേവിക ഒന്ന് എഴുന്നേറ്റേ. ദേവികയുടെ ഒന്ന് സ്റ്റേജൊക്കെ എത്തിക്കോട്ടെ. ദേവിക ഒന്ന് സ്റ്റേജൊക്കെ എത്തിക്കോ. ദേവിക കുട്ടി കർഷകയായി, കേരളത്തിലെ ഏറ്റവും നല്ല കുട്ടി കർഷകയായി തെരഞ്ഞെടുത്തിട്ടുള്ള ദേവിക. കൈയടിക്കെല്ലാവരും. രണ്ടാം ക്ലാസ്സുകാരിയാണ്. ലക്ഷ്യം എന്താണെന്ന് അറിയാമോ? 1000 മരം നടണമെന്നുള്ളതാണ്. 1000 മരം നടുക മാത്രമല്ല, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് കൊണ്ടുപോയി നടന്ന പോലെയല്ല ദേവിക ഇപ്പൊ 333 മരങ്ങൾ നട്ടു കഴിഞ്ഞു. ഇത് നടുക മാത്രമല്ല ചെയ്യണേ. ഈ നട്ട സ്ഥലത്തിന്റെ ആളിന്റെ പേരും ഫോൺ നമ്പറും ദേവിക എടുക്കും. എന്നിട്ട് ഇടക്കിടക്ക് ആളിനെ വിളിക്കും. മാമ, എൻ്റെ മരം അവിടെ ഉണ്ടോ എന്ന് വിളിച്ചു പോയി. അങ്ങനെ അതിന്റെ പിന്നാലെ നിൽക്കുന്ന ഒരാളെന്ന രീതിയിലാണ് ദേവികയെ നമ്മൾ പരിഗണിച്ചിരിക്കുന്നത്. ഇങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഇമ്പോർട്ടൻസ് എല്ലാവർക്കും ഉണ്ടെന്ന് എനിക്കറിയാം. എല്ലാവരുടെയും ഇത് പറഞ്ഞ് ഇവിടെ സമയം കളയാൻ ഇല്ലാത്തത് കൊണ്ടാണ് നമ്മളിത് ചെയ്യുന്നത്. നമ്മളൊരു കാര്യം അറിഞ്ഞിരിക്കണം. പ്രോത്സാഹന സമ്മാനം മേടിച്ചവർ അടുത്ത വർഷം ജില്ലാ അവാർഡ് കരസ്ഥമാക്കാൻ പ്രയത്നിച്ചിരിക്കണം. ജില്ലാ അവാർഡ് മേടിച്ചവർ സംസ്ഥാന അവാർഡ് മേടിക്കാൻ പ്രാപ്തി നേടിയിരിക്കണം. അവാർഡിനായി ആരും കൃഷി ചെയ്യരുത്. കൃഷി ചെയ്തുകൊണ്ടിരിക്കുക, അവാർഡ് നിങ്ങളുടെ പിന്നാലെ വരും. SD ഫൗണ്ടേഷൻ വന്നിരിക്കും നിങ്ങളുടെ നന്നായിട്ട് കൃഷി ചെയ്താൽ. ചിലർക്കൊക്കെ ചില പരാതികൾ വരുന്നുണ്ട്. എന്നെ പരിഗണിച്ചില്ല എന്ന് പറഞ്ഞ പരാതി. ആരും പരാതിപ്പെടണ്ട. കൃഷി ബെറ്ററാക്കിക്കൊണ്ടിരിക്കുക, ഓരോ വർഷവും ബെറ്ററാക്കിക്കൊണ്ടിരിക്കുക. നിങ്ങളെ തേടി SD ഫൗണ്ടേഷൻ എത്തിയിരിക്കും. 15 വർഷമായി എത്തിയില്ലേ? ഈ 15 വർഷമായിട്ട് പോലും അറിയാത്ത ഒരാളവിടെ വന്നിരിപ്പുണ്ട് തൃശ്ശൂർ. അറിഞ്ഞിട്ടില്ല ഇങ്ങനെ ഒരു അവാർഡ്. അടുത്ത വർഷം അവാർഡിന് അപേക്ഷിക്കുക. അവാർഡ് കിട്ടാനുള്ള എല്ലാ അർഹതയുമുള്ള ഒരാൾ അറിയാതെ പോയിരിക്കുന്നു. അത് വരരുത്. കൃഷി ചെയ്തുകൊണ്ടിരിക്കുക. ഇത്രയും കാര്യം മാത്രമാണ് എനിക്കിപ്പോൾ നിങ്ങളോട് പറയാനുള്ളത്. എല്ലാവിധ പ്രോത്സാഹനവും എല്ലാവിധ അംഗീകാരങ്ങളും എല്ലാം നേടിത്തരുന്ന SD ഫൗണ്ടേഷനുള്ള നന്ദിയും കടപ്പാടും സകലർക്കും എന്നും എപ്പോഴും എവിടെ വെച്ചും ഉണ്ടായിരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.
മജീസ് തോമസ് എന്ന് പറഞ്ഞു. എന്റെ സ്ഥലം പത്തനംതിട്ട ഞങ്ങൾക്ക് ഓർഗാനിക്കൽ കൃഷിയാണ്. ഈ മെയിനായിട്ടുള്ളത് കോഴി ഫാമാണ്. കോഴികളെ നഴ്സറിയാണ്. ഇത് കോഴിയുടെ ഗ്രോതാണ്. ഇത് സമ്മിശ്ര കൃഷിയാണ്. 100% ഓർഗാനിക്കലാണ്. നിങ്ങൾക്ക് കൃഷി സംബന്ധമായോ കോഴിയുടെ ആവശ്യ സംബന്ധമായോ എന്തോ ആണെങ്കിൽ ഞാനുമായിട്ട് കോൺടാക്ട് ചെയ്യാം. എന്റെ ഫോൺ നമ്പറാണ് 9249986188. 80 അടുത്ത നമ്പറാണ് 8075731220. ഞാൻ കോട്ടയം ജില്ലയിലെ ഒറ്റഭാഗത്തിലെ താമസിക്കുന്നത്. എനിക്ക് ചെറുപ്പം മുതലുള്ള കൃഷിയോട് അതിൽ നിന്നുള്ള ഞാനൊക്കെ പശു വളർത്തലൊക്കെ ഉണ്ട്. ഈ പച്ചക്കറി കൃഷികളാണ് കൂടുതൽ. മാമല, പുറവനം, വെള്ളരി, വെള്ളന, വെണ്ട, തണ്ണിമത്തൻ, അതുപോലെ തന്നെ കൃഷി ചെയ്യുന്നുണ്ട്. പിന്നെ വാഴ കൃഷി ചെയ്യാറുണ്ട്. ഓവന്, പടവലം ഇതെല്ലാം കൃഷി ചെയ്യുന്നുണ്ട്. അടിസ്ഥാനപരമായിട്ട് എല്ലാം ചാണകം ചേർത്ത സമ്മിശ്രമായി യോജിച്ച അടിസ്ഥാനമായി കൃഷി ചെയ്യുന്നത് ബഹുമായി ചെയ്യുന്നത് എല്ലാ ആവശ്യവും തന്നെ മിക്സ് ചെയ്ത് ഒരാഴ്ച വെച്ചിട്ട് ആ പിടിച്ച് അത് ഞാൻ എന്റെ പേര് ഭാസ്കരൻ പണിക്ക്. വിദേശത്തെ അടുത്തിന് പച്ചക്കറിയാണ് കൂടുതലും ചെയ്യുന്നത്. പിന്നെ ബാക്കി കാസർഗോഡ് ജില്ല താമസം മടിക്കൈ. പച്ചക്കറിയാണ് മെയിനായിട്ട് ചെയ്യുന്നത്. പിന്നെ ബാക്കിയുള്ള എല്ലാ പഴവർഗ്ഗങ്ങളും എല്ലാ കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. പിന്നെ മെയിനായിട്ടുള്ളത് നമ്മുടെ നാട്ടിൽ ഇല്ലാത്ത സാഹചര്യം നമുക്ക് കൃഷി ചെയ്യാം. നമ്മുടെ നാട്ടിൽ മണ്ണിനാണ് ഇടങ്ങുന്നുണ്ട് തെളിയിച്ചു കൊടുക്കുകയാണ്
മെയിനായിട്ടുള്ള ഉദ്ദേശം. കുട്ടികൾക്ക് പ്രോത്സാഹനം കൊടുക്കുന്നുണ്ട്. ഒന്ന് നമ്മുടെ ഇപ്പോഴത്തെ കാലാവസ്ഥ ഇപ്പോൾ ഒരുപാട് മാറി മറിഞ്ഞു പോയി. നമ്മുടെ വികസനം കൂടുതൽ വരുമ്പോൾ നമ്മുടെ നാടിന് ആപത്താന്നുള്ള തെളിവാണ് ഇപ്പോൾ ഈ കാണുന്ന ചോറ്. അതിന് നമ്മൾ കർഷകർ വിവിധ രീതിയിൽ ചെയ്യുന്ന കർഷകർ ചെറിയ കുട്ടികൾ തൊട്ട് പ്രോത്സാഹനം കൂടുതൽ കൊടുത്താൽ മാത്രമേ ഇനി ബാക്കിയുള്ള മുൻഗാനങ്ങളുടെ നല്ല കാലാവസ്ഥയിലും നല്ല ഭക്ഷണത്തോടും കൂടി ജീവിക്കാൻ പറ്റുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. കൃഷി ചെയ്യുന്നു. എല്ലാ ഓർഗാനിക് കൃഷിയാണ്. അതെ, ഫ്രൂട്ട്സ് ഇപ്പൊ ഒരു സെക്ഷൻ ഒത്തിരി ഫ്രൂട്ട്സ് ഓർഗാനിക് റബ്ബറുണ്ട്. ഓർഗാനിക് എത്ര വർഷമായി തുടങ്ങിയപ്പോൾ? അമ്പള്ളിയാണ് കടപ്പൂര്. സ്റ്റേറ്റ് അവാർഡ് ഓർഗാനിക് കൃഷിക്കുള്ള സെബാസ്റ്റ്യൻ ബി അഗസ്റ്റ്. സെബാസ്റ്റ്യൻ ബി അഗസ്റ്റ് 9447347041. നമ്മുടെ ഇന്നത്തെ അവാർഡ് എന്ന് പറയുന്നത് പ്രകൃതിയെ സ്നേഹിക്കുന്ന പ്രകൃതി സ്നേഹികൾക്കുള്ള ഒരു അവാർഡാണ്. എങ്ങനെ നമുക്ക് പ്രകൃതിയെ തിരിച്ചു പിടിക്കുക, എങ്ങനെ സമൂഹത്തിന് നല്ലൊരു ഭക്ഷണം കൊടുക്കുക, നല്ലൊരു വെള്ളം, നല്ലൊരു വായു, നല്ലൊരു മണ്ണായി സൃഷ്ടിക്കാം എന്ന പ്രതിജ്ഞ എടുത്തുകൊണ്ട് മുന്നോട്ട് നീങ്ങുന്ന ഈ അവാർഡിൻ്റെ അർഹതപ്പെട്ട എല്ലാ സുഹൃത്തുക്കളും വയനാടിൻ്റെ ഒരു പരമ്പരാഗത കർഷകനും ആയ ഞാൻ, നിങ്ങൾ വിചാരിക്കും ഞാൻ വലിയൊരു കർഷകനാണെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. എങ്കിലും എൻ്റെ പ്രായം വെച്ച് നോക്കുമ്പോൾ 10 വയസ്സ് മുതലാണ് ഞാൻ കൃഷിപ്പാടത്ത് ഇറങ്ങാൻ തുടങ്ങിയത്. 5ാം ക്ലാസ് വിദ്യാഭ്യാസമേ ഉള്ളൂ. 74 വയസ്സായി. 64 വർഷക്കാലത്തെ കൃഷിയുടെ അറിവുകളും കാട്ടറിവുകളും നാട്ടറിവുകളും അനുഭവത്തിൻ്റെ വെളിച്ചത്തിലുള്ള അനുഭവ പാഠങ്ങളാണ് ഞാൻ വിവരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ വിറ്റ് കാശാക്കുന്നു, മണ്ണ് വിറ്റ് കാശാക്കുന്നു, വെള്ളം വിറ്റ് കാശാക്കുന്നു, പ്രകൃതിയുടെ എല്ലാ വസ്തു വിറ്റ് കാശാക്കുന്നു. വിത്ത് വിൽക്കാനുള്ളതല്ല, വിത്ത് കൈമാറാനുള്ളത്. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ ഒരു മകളുണ്ട്, ആ മകളെ വിൽക്കാനാണ് അവകാശം? അല്ല, അത് കൈമാറാനാണ്. അതാണ് നമ്മുടെ രാജ്യത്ത്, അതാണ് വേണ്ടത്. പക്ഷെ എങ്ങനെയുള്ള ഈ കാലഘട്ടത്തിൽ എൻ്റെ ട്രസ്റ്റിമാരോടും ഇതിൻ്റെ മുഖ്യ ആളുകളോടും അവർ കിട്ടുന്ന ലാഭം, അവർ കിട്ടുന്ന വിഹിതം, ഒരു വിഹിതം പണ്ട് അങ്ങനെയാണല്ലോ, ധർമ്മം കിട്ടിയത് മറ്റേയാൾക്ക് സംഭാവന കൊടുക്കുക. അവർ കൊടുത്തൊരു ധർമ്മമാണ് അത്. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ധർമ്മം അവർ തരുന്നു. ആ ധർമ്മത്തെ നമ്മൾ സ്വാഗതം ചെയ്യുന്നു, ആ ധർമ്മത്തെ നമ്മൾ വന്ദിക്കുന്നു. അവരെ കുടുംബത്തിനെയും അവരുടെ വിവാഹത്തെയും നമ്മൾ അഭിനന്ദിച്ചുകൊണ്ട് അവർക്ക് ആയുസ് നീട്ടിക്കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവർക്ക് ഇനിയും സമ്പത്തുണ്ടാവട്ടെ, സമ്പത്തുണ്ടായി നമുക്ക് തരാൻ അവർക്ക് മനസ്സുണ്ടാവട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. തീർച്ചയായും അത്തരം സന്മനസ്സുകളെ ഈ ഭൂമിയിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്, ഇനിയും സൃഷ്ടിക്കപ്പെടും. തീർച്ചയായും അവരെ നമ്മൾ അനുമോദിക്കണം. അങ്ങനെയുള്ള ഒരു അനുമോദനമാണ് നമുക്ക് ഇന്നിവിടെ കിട്ടിയത്. ആ അനുമോദനത്തിന് ഒരു മുഖ്യ അതിഥിയായി എത്താനും എന്നെ സ്റ്റേജിൽ ഇരുത്തിക്കൊണ്ട് ഒരു ബഹുമതി വെച്ചുകൊണ്ട് എന്നെ നിങ്ങളുടെ അവാർഡ് തരാനും വേണ്ടി അവർ ക്ഷണിച്ചതിന് അതിൻ്റെ എല്ലാ സംഘാടകരോടും എൻ്റെ ട്രസ്റ്റിയോടും അതിൻ്റെ മാനേജരോടും അവരുടെ സംഭാവനയ്ക്ക് എല്ലാ തരത്തിലുള്ള വിലമതിപ്പോടുകൂടി
അഭിനന്ദിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. തോമസ് ഇടുക്കി ജില്ലയിൽ നിന്നാണ് വരുന്നത്. ഞാൻ കഴിഞ്ഞ 10-30 വർഷമായിട്ട് ജൈവ കൃഷി ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അവിടെ ജൈവ ആയിട്ട് ചെയ്യുന്ന പച്ചക്കറികള്, പഴവർഗ്ഗങ്ങള്, അതുപോലെ തന്നെ ഔഷധ സസ്യങ്ങള്, അങ്ങനെ. പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് ചന്ദനമരത്തിന്റെ തൈകള് ഞാൻ ഒരു തൈ നേരത്തെ വെച്ച് പിടിപ്പിച്ചിരുന്നു. അത് മറ്റേ സർക്കാരിന്റെ എല്ലാ നിയമവും പാലിച്ചുകൊണ്ട് 25 പ്രായമായപ്പോൾ അത് സർക്കാരിനെ കൊണ്ട് തന്നെ എടുപ്പിച്ചു. അതിന്റെ പണം എനിക്ക് ലഭിക്കുകയും ചെയ്യും. അപ്പൊ മനോരമ കർഷകശ്രീക്കാരെ വീട്ടിൽ വരികയും അതിന്റെ വീട്ടിൽ കർഷകശ്രീയിൽ ഇട്ടിട്ടുണ്ട്. ഇന്നിപ്പോ കേരളത്തിലെ ഏറ്റവും സാമ്പത്തികമായിട്ട് മെച്ചപ്പെടാവുന്ന കൃഷി എന്ന് പറയുന്നത് ചന്ദ്രപുരം. അതിന് സർക്കാർ വളരെ എളുപ്പമായിട്ടുണ്ട്, സുതാര്യമായിട്ടുണ്ട്. എന്റെ സ്ഥലത്തോട് ചേർന്ന് ഞാൻ കുറെ സ്ഥലം ഒരു കാട് പിടിപ്പിച്ചു 10-30 വർഷമായിട്ട്. അവിടെ അതുകൊണ്ട് നമുക്ക് പറ്റാത്ത വെള്ളമൊക്കെ കിട്ടുന്ന പിന്നെ സൂക്ഷ്മജീവികളുടെ അതുപോലെ മിത്രകീടങ്ങളുടെ ഒക്കെ പ്രവർത്തനം നമ്മുടെ പുരയിടത്തിലുണ്ട്. അത് കാരണം കൃഷി മറ്റേ ജൈവ കീടനാശിനി പോലും ഉപയോഗിക്കേണ്ട കാര്യമില്ല. മിത്രകീടങ്ങൾ തന്നെ അത് നിയന്ത്രിച്ചുകൊള്ളും. അങ്ങനെ അമ്മയുടെ ഇന്ന് എന്തിന്റെ അവാർഡായിട്ട് അതെ, അതിലേക്ക് വേണ്ട എടുക്കാനുള്ള എന്തൊക്കെ കൃഷി ചെയ്തിട്ടുള്ള അതൊക്കെയാണ് മെയിനായിട്ട് ചെയ്യുന്നത്. കൃഷി ചെയ്യുന്ന ആൾക്കാരോട് മാഡത്തിന് പറയാനുള്ളൊരു സന്ദേശം എല്ലാവരും ഞാൻ വിചാരിക്കുന്നത് എന്നെ പോലെ തന്നെ ആയിരിക്കണം. ഒരു സെക്കൻഡ് വെറുതെ ഇരിക്കാണ്ട് കൃഷി ചെയ്യുന്നവരായിരിക്കണം. ഇനിയും കർഷകർ ഇതേപോലത്തെ ഒരു അവാർഡിലേക്ക് ഇതിനെ കൊണ്ടുവരണം എന്നുള്ളത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഇനി ഇപ്പൊ മാഡത്തിന്റെ മാർക്കറ്റിംഗ് ഒക്കെ എങ്ങനെയാ? അപ്പോൾ മാർക്കറ്റിംഗ് ഞാൻ ഈ കൂൺകൃഷിയൊക്കെ ചെയ്യുന്നവളാണ്. വീട്ടിൽ തന്നെ വന്നിട്ട് അവിടുന്ന് തന്നെ പിന്നെ സ്കൂളുകൾ പിടിക്കും, ഓഫീസുകൾ പിടിക്കും, അങ്ങനെ പേരാണ്ടുള്ള ഓഫീസ് സ്കൂളെല്ലാം പിടിച്ചിട്ടാണ് എല്ലാം ചെലവാക്കുന്നത്, മാർക്കറ്റിംഗ് നടത്തുന്നത്. മാഡത്തിന്റെ നമ്പർ ഒന്ന് പറയാമോ? 97 45 71 30. എൻ്റെ പേര് ശാലിനി. ഞാൻ വയനാട് ജില്ലയിൽ കൂതാടി പഞ്ചായത്തിൽ കോളേരി എന്ന സ്ഥലത്താണ്. ഞങ്ങൾ മെയിൻലി ഫ്രൂട്ട്സാണ് ചെയ്യുന്നത്. എന്ത് ഫ്രൂട്ട്സാണ്? ആ ഫ്രൂട്ട്സ് റംബുട്ടാനുണ്ട്, ഡ്രാഗൺ ഉണ്ട്, മാംഗോസ്റ്റിൻ ഉണ്ട്, ബട്ടർ ഫ്രൂട്ട്, അവക്കാഡോ ഉണ്ട്. ഒരു 200-ലധികം വെറൈറ്റി ഫ്രൂട്ട്സ് നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ അല്ലാതെ കുറച്ച് കാപ്പി, കുറച്ച് ഏലം, എല്ലാത്തരം വിളകളും പരിപാലിച്ച് പോകുന്നുണ്ട്. പച്ചക്കറി കൃഷിയുണ്ട്, പൂക്കൃഷിയുണ്ട്, എല്ലാം കൂടി മിക്സ്ഡ് ആയിട്ടാണ്. ഇത് മാർക്കറ്റിംഗ് ഒക്കെ എങ്ങനെയാണോ? അത് സോഷ്യൽ മീഡിയ വഴി, വാട്സാപ്പ് ഗ്രൂപ്പുകൾ വഴി, പിന്നെ ലോക്കൽ യൂട്യൂബേഴ്സ് വരാറുണ്ട്, അടുത്തുള്ള ആൾക്കാർ. പിന്നെ വയനാട് വിഷനിൽ കാർഷിക പ്രോഗ്രാംസിന് വരാറുണ്ട്. അപ്പോൾ അതുപരി അത്യാവശ്യം ആൾക്കാർക്ക് അറിയാം. പിന്നെ ജൈവമായിട്ട് ചെയ്യുന്നത് കാരണം ഇതിന് ടേസ്റ്റ് അറിഞ്ഞ് വാങ്ങുന്നവർ പറഞ്ഞ് അറിഞ്ഞ ആൾക്കാർ വന്ന് വാങ്ങാറുണ്ട് പ്രോഡക്റ്റ്. ഇനി ഈ പഴങ്ങളൊക്കെ കൃഷി ചെയ്യാൻ പോകുന്ന കർഷകരോട് പറയാനുള്ള സന്ദേശം? നമ്മൾ ഫ്രൂട്ട്സിൻ്റെ എപ്പോഴും ആ ടേസ്റ്റും ഇത് നമ്മൾ ഷോപ്പിൽ നിന്ന് മേടിക്കുന്നതിനേക്കാളും ഫ്രഷായിട്ട് നമ്മൾ പറിച്ച് കഴിക്കുമ്പോൾ രുചി അല്ലെങ്കിൽ ജലാംശം നഷ്ടപ്പെടാതെ ആ ഒരു ടേസ്റ്റ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, ഡയറക്റ്റ് അന്ന് പറിച്ച് അന്ന് കഴിക്കുമ്പോൾ സ്വാദ് വേറെ. പല ചെടികൾ പല കളറുകളും പറിക്കാം, കഴിക്കാം. അങ്ങനെ ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആണ്. ഇതില് മെയിനായിട്ട് നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാർമറെ ഫസ്റ്റ് ആക്കുക. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതിൽ ഒരു കാര്യമാണ് ഫാമിലായിട്ട് ടൂറിസവുമായിട്ട് കണക്ട് ചെയ്യുന്നത്. അങ്ങനെ അവരുടെ ഇൻകം കിട്ടുക, അവരുടെ സ്റ്റാറ്റസ് ഒരു കാര്യം. അതെ ഒന്ന് ഓർഗാനിക് ഫാമിംഗ്, ചോറ് ഇതുപോലെ ഓരോ സ്ഥലത്തും ഇത് ഉണ്ടാക്കില്ല പലയിടത്തും ഒരുപാട് ചെയ്യാനാണ്. അതായത് എല്ലാ സ്ഥലത്തും അതിൻ്റെതായ ആ പ്രക്രിയ
ആലപ്പുഴ ഒരു ഫോക്കസ് ചെയ്ത് ആ തരത്തിൽ വരാൻ ഏഴ് 0-3-4-4-4-5-5. എന്റെ പേര് ചെറിൻ ജോസ്. പ്രചോദനം ഗവൺമെന്റ് മറ്റുള്ള ഏജൻസിയും കൊടുക്കുന്നു. ഇപ്പൊ മനോരമയ്ക്ക് കൊടുക്കുന്നത് പറഞ്ഞാല് അവര് മാർക്കറ്റിന് എങ്ങനെയാണ് ആ മാർക്കറ്റ് അടിക്കുന്നത് ഇത് അവരല്ല മാനദണ്ഡം ആർക്കാണ്. ഇതിന്റെ മാനദണ്ഡം നമ്മൾ നോക്കുന്നത് കൃഷിയുടെ അളവാണ്. ജൈവ മനുഷ്യനാണോ ആ മനുഷ്യന്റെ ഇടപെടൽ ഭൂമിയായിട്ട് കൃഷിയിലൂടെ എന്നെ നോക്കുന്നത്. അല്ലാതെ ക്വാണ്ടിറ്റിയോ ഏരിയയോ 3 സെന്റിനോളം കൊടുക്കും 30 ഏക്കറോളം കൊടുക്കും മാത്രമേ. അത് കാരണം ചിലർക്ക് പരാതി വരും, ഞങ്ങൾ ഇത്ര ചെയ്തിട്ട് ഞങ്ങൾക്ക് തന്നെയല്ലോ ഒന്ന് മാത്രം. അല്ലാതെ നമ്മൾ വിളവുണ്ടാക്കലല്ല. ചെടി വളരാനുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഒരു ചെടിക്ക് കൂടുതൽ വിളവുണ്ടാകാനുള്ള സാഹചര്യം അതെങ്ങനെയെന്നുള്ളതാണ് എൻ്റെ കോഴ്സിൽ ഞാൻ ചെയ്തു നോക്കി ആശയങ്ങൾ മുഴുവൻ ചെയ്ത് നോക്കി അത് ഉറച്ചു കഴിഞ്ഞാൽ അറിവുകൾ ശേഖരിക്കുന്ന ഇതാണ് ഇന്നലെയാക്കി. ഇപ്പോൾ നമ്മൾ ഓർണമെൻ്റ് ഉണ്ടാക്കാനുള്ള മണ്ണെന്നാണ് അതിൻ്റെ ബേസിക് അപ്പോൾ അതിന് ബേസിക് വർക്ക് എടുക്കാൻ മഴയെടുക്കുക. കുളം കുഴിക്കണം, കുളം കുഴിക്കാൻ മണ്ണെടുത്തിട്ട് ഒന്നുണ്ടാക്കി ആ പുന്നേൽ മരങ്ങളെല്ലാം പിടിച്ച് മാനമുട്ട മരമായി കഴിഞ്ഞു. ഇനി അവിടെ ഒരു മൈക്രോ ഇക്കോ സിസ്റ്റം ഉണ്ടാക്കും. അത് ഈ മഴയ്ക്ക് തുടങ്ങും. അതിന് വേണ്ട സൈന്റിഫിക് ഡീറ്റെയിൽസ് എടുത്തിട്ടുണ്ട്. ആ ഡീറ്റെയിൽസ് പ്രകാരം നമ്മൾ അപ്ലൈ ചെയ്യും. ഇത് എൻ്റെ വീട് ഇവിടെ രായപ്പുറം കളഞ്ഞു വേണമെങ്കിൽ ഒരു 1/2 ഏക്കറിൽ ഈ മഴയോടെ അത് കുറേ ഇതായിട്ട് ജൈവ കർഷകർക്ക് കൊടുക്കാനുള്ള സന്ദേശം എന്ന് പറഞ്ഞാൽ ജൈവ കൃഷി പഠിക്കണം. ജൈവ കർഷകരെന്ന് പറയുന്നവരെല്ലാവരും തന്നെ പാരമ്പര്യ കൃഷിയാണ്. ഓക്കെ അതായത് ജൈവ കൃഷി എന്ന് പറയുമ്പോൾ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്നത് ശരിക്കും പാരമ്പര്യ ജൈവ കൃഷി നല്ല ഒരുപാട് മാറ്റം വരുത്തിയില്ലെങ്കിൽ ഈ പെരുന്ന ജനങ്ങളെ മുഴുവൻ തിരികൊല്ലാൻ പറ്റില്ല. പാരമ്പര്യ കൃഷിയുടെ പറ്റില്ല. ഇതിനകത്ത് ഒരുപാട് നോളജ് അക്വയർ ചെയ്യാറുണ്ട്. ഒരു യൂണിവേഴ്സിറ്റി തലത്തിൽ പഠിപ്പിക്കേണ്ട ഒരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ യൂണിവേഴ്സിറ്റിയിൽ അതിന് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തു. 3 കോഴ്സാണ് ഞങ്ങളുടെ 3 കോഴ്സ്. അപ്പോൾ അതാണ് എം ജി യൂണിവേഴ്സിറ്റിയിൽ ഞങ്ങളുടെ HOD വന്നിരുന്നു. അവർ വന്നു. അവരത് ഇങ്ങനെ കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതുകൊണ്ട് അവർ കൊടുക്കുന്നുണ്ട്. എല്ലാം പ്രധാന ഇതിപ്പം വർഷം എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാല് അങ്ങനെ പറഞ്ഞാൽ എനിക്ക് ഉത്തരം കിട്ടില്ല. കാരണം നിങ്ങൾ പരമ്പരാഗതമായി അവിടെ കർഷകരായ ഞങ്ങളാണ്. അത് എപ്പോൾ തുടങ്ങി എങ്ങനെ തുടങ്ങിയെന്ന് ഇത് തലമുറ കൈമാറി എൻ്റെ അടുത്ത് അങ്ങനെയാണ് ഞാൻ അല്ല അതെനിക്ക് പറയാൻ പറ്റും. ഞാൻ അവരോട് പറയാറുണ്ട്. കാരണം ഹൈബ്രിഡ് മുഴുവനും വരുമ്പോ നിങ്ങളെ പൈതൃകമായ വിത്തുകൾ സൃഷ്ടിക്കേണ്ടതാണ്.
പറയാൻ പിന്നെ രാസോളി അതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരങ്ങളുണ്ട്. പിന്നെ 15 വർഷത്തോളമായി ഈ മഴവെള്ളം പിന്നെ പിന്നീട് പിന്നെ അത് കൂടാണ്ട് പിന്നെ വീട് എന്ന് പറയുമ്പോൾ ബൈക്കോൾ മീനെ കാണാൻ അതുകൊണ്ടുള്ള പ്രതിരോധം പിന്നെന്ന് പറഞ്ഞാല് ഞാൻ ഓരോ നൈവേദ്യങ്ങളും ഒരു സെന്റിലാണ്. അപ്പോൾ ആ ഒരു സെന്റിൽ ചെയ്തിട്ടുള്ള ഒരാൾ ചോദിക്കും ഇവിടെ ആരാക്കാരെ അതുകൊണ്ട് ഞാനിപ്പോൾ വേറെ എന്ന് പറഞ്ഞാൽ നമുക്ക് നമുക്ക് ചെറുധാന്യങ്ങൾ പിന്നെ ഏറ്റവും കൂടുതൽ ഭക്ഷ്യധാന്യങ്ങൾ ജില്ലയുമായിരുന്നു കിഴങ്ങ് പറയുന്നത് പിന്നെ ഇങ്ങനെയുള്ള എല്ലാ വസ്തുക്കളും വയനാട്ടിൽ എന്ന് പറഞ്ഞാൽ ഉണ്ടാവുന്ന വസ്തുക്കൾ നന്നായി അതുണ്ടാവുന്നതാണ്. താൽക്കാലികമായിട്ട് പറയാം. എന്റെ ഫോൺ നമ്പർ 82 81 55 65. ഇതാണ് എന്റെ ഫോൺ നമ്പർ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാലും ഇത് മാനന്തവാടി വയനാട് ചെറുവയൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അതെ, വയനാട് അതെ, അവിടെ കമ്മന ചെറുവയൽ.